ശക്തരായ മത്സരാർത്ഥികളില്ലാതെ ഗെയിം മോശമായി മാറുകയാണെന്ന ആരോപണം നിലവിൽ ബിഗ് ബോസിനുണ്ട്. എന്നിരുന്നാലും ഉള്ളിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും പുറത്ത് വലിയ രീതിയിലാണ് ചർച്ചയായി മാറുന്നത്. അതേസമയം ബിഗ് ബോസിലെ രാജാക്കന്മാരെ പറ്റിയുള്ള രസകരമായ ഒരു എഴുത്താണ് ഇപ്പോൾ വൈറലാകുന്നത്. കഴിഞ്ഞ ഓരോ സീസണുകളിലും ഒരാൾ രാജാവായി മുദ്ര കുത്തപ്പെടാറുണ്ട്. ആദ്യം സാബുമോനാണെങ്കിൽ പിന്നീട് രജിത് കുമാർ, മണിക്കുട്ടൻ, റോബിൻ, ഏറ്റവും ഒടുവിൽ അഖിൽ മാരാറിൽ എത്തി നിൽക്കുന്നു. പുതിയ സീസണിലെ മത്സരാർത്ഥികൾ രാജാവാകാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ജിൻഡോയ്ക്കാണ്. കാരണം തുടക്കത്തിലെ ശക്തരായി ഉണ്ടായിരുന്നവരെല്ലാം പുറത്തായി കഴിഞ്ഞു. സത്യത്തിൽ സഹ മത്സരാർത്ഥികൾ ചേർന്നാണ് ഇങ്ങനൊരു രാജാവിനെ ഉണ്ടാക്കുന്നതെന്നാണ് ബിഗ് ബോസ് നിരീക്ഷകനായ ഒരാൾ പറയുന്നത്. ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും കളിയാക്കിയും ഒരാളെ രാജാവായി പുറം ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനെ പറ്റി എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ബിഗ് ബോസ് മലയാളത്തിൽ എങ്ങനെയാണ് ഒരാൾ രാജാവാകുന്നത്? ഷോ തുടങ്ങുമ്പോൾ തന്നെ പുരോഗമനം പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് അവിടെ ഉള്ളവരിൽ പിന്തിരിപ്പൻ ആശയങ്ങളെ പറയുന്ന ടോക്സിക് ആയ ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു. അയാളെ ഒറ്റപ്പെടുത്തിയും കുറ്റപ്പെടുത്തിയും കളിയാക്കിയും തെറിവിളിച്ചും അസഭ്യം പറഞ്ഞും അവർ അയാളിൽ ആരോപിച്ച ടോക്സിസിറ്റിയുടെ 10 ഇരട്ടി ഇവർ തന്നെ അയാളുടെ മേൽ തീർക്കുന്നു. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നും: ഇയാളെ കുറിച്ച് ഇവർ ഇത്രയും നാൾ പറഞ്ഞ മോശം കാര്യങ്ങൾ തന്നെയല്ലേ ഇവർ കൂട്ടം കൂടി അയാളോട് ചെയ്യുന്നതെന്ന്. ഇവരും അയാളും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? ഹൗസിന്റെ ഉള്ളിലുള്ളവർ അയാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അയാളിലെ നന്മയും ഗെയിമും ഒക്കെ കണ്ടിട്ട് പുറത്തുള്ള ഒരു ചെറിയ വിഭാഗം പ്രേക്ഷകർക്ക് അയാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അയാളെ എതിർക്കുന്നവരുടെ ഫാൻസ് ഈ ചെറിയ പ്രേക്ഷക വിഭാഗത്തെ ചാപ്പ കുത്താനും അവരും ടോക്സിക് ആണെന്ന് ആരോപിക്കാനും തുടങ്ങും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾ ക്രൂശിക്കപ്പെടുന്ന ആളിന്റെ കൂടെയും അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നവരുടെ കൂടെയും കൂടും. ഇതിൽ അസ്വസ്ഥരാവുന്ന കൂട്ടങ്ങൾ ഇയാളുടെ ഫാൻസിനെയെല്ലാം PR എന്ന പേരിൽ വീണ്ടും മുദ്ര കുത്താനും ഒറ്റപ്പെടുത്താനും തുടങ്ങും. എന്നിട്ട് അകത്തുള്ള ഒറ്റയാൾ പോരാളിയെ ഇവർ തന്നെ കളിയാക്കി രാജാവെന്ന് വിളിക്കാൻ തുടങ്ങും. ഓരോ പോസ്റ്റിന്റെ അടിയിലും കൊണ്ട് രാജാവെന്ന് കമന്റ് ഇട്ട് വെറുപ്പിക്കാനും പരമാവധി അസഹിഷ്ണുത ഉണ്ടാക്കാനും ശ്രമിക്കും. ഓരോ ദിവസം കഴിയും തോറും അയാളുടെ ഗെയിം ഉള്ളിൽ മെച്ചപ്പെടുകയും പുറത്തുള്ള അയാളുടെ പ്രേക്ഷക പിന്തുണ കൂടുകയും ചെയ്യും. ഓരോ ദിവസം കണ്ടും കേട്ടും മടുത്ത രാജാവ് വിളികൾ അയാളുടെ ഫാൻസ് തന്നെ സ്നേഹപൂർവ്വം രാജാവ് എന്ന് മാറ്റും. അങ്ങനെ നിങ്ങൾ കളിയാക്കിയ രാജാവ് പ്രേക്ഷകരുടെ മനസ്സിലെ രാജാവാകും എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മുൻ സീസണുകളിലും ഇത്തരത്തിൽ പലരെയും രാജാവാക്കി പോക്കി നിർത്തിയിട്ടുണ്ട്. സാബുമോൻ, രജിത് കുമാർ, റോബിൻ രാധാകൃഷ്ണൻ, അഖിൽ മാരാർ എല്ലാം അതിനുദാഹരണങ്ങളാണ്. സ്വയം മണ്ടനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് സീസൺ 6-ൽ ജിൻഡോ ഇപ്പോൾ. ഇതോടെ സഹ മത്സരാർത്ഥികൾ അയാൾക്കെതിരെ തിരിഞ്ഞു. ശേഷം വീടിനകത്ത് ഒറ്റപ്പെട്ടതുപോലെ നടക്കുകയാണ് ജിൻഡോ. അതോടെ ഈ സീസണിൽ വൈകാതെ മുഴുവൻ പിന്തുണയും ജിൻഡോയ്ക്ക് കിട്ടാനാണ് സാധ്യതയെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.